ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ലവ്ലി ഷൗട്ട്സിൻ്റെ LP, UP, LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി അവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നോക്കാം. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നോക്കാം. 1, 2, 3 പ്രസ്താവനകൾ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അപ്പോൾ ഇവിടെ ആൻസർ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 4 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠരോഗം ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയാണ്. അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സമ്പർക്കം മുഖേന. സമ്പർക്കം മുഖേനയാണ് കുഷ്ഠരോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. ആൻസർ ഓപ്ഷൻ ബി. സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്നേഹസ്പർശം. സ്നേഹസ്പർശമാണ് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ആൻസർ മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കളാണ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന മോണോസൈറ്റും ന്യൂട്രോഫിലും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കരയിനം ഏത്? പയർ ചെടിയുടെ സങ്കരയിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കരയിനം. ആൻസർ ഭാഗ്യലക്ഷ്മി. വനവിഭവം അല്ലാത്തത് ഏത്? വനവിഭവം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മണ്ണെണ്ണ. തന്നിരിക്കുന്നതിൽ മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്. പശ, തേന്, കോലരക്ക് എന്നിവയൊക്കെ വനവിഭവമാണ്. മണ്ണെണ്ണ ഒരു വനവിഭവം അല്ല. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏത്? ആൻസർ സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എ ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ഓപ്ഷൻ എ ആണ്. ആൻസർ 7 ആണ് pH മൂല്യം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആൻസർ റൂദർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക തയ്യാറാക്കിയത്. ആൻസർ റൂദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് സിങ്ക്. സിങ്ക് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ. സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ 18. 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 18ാം ഗ്രൂപ്പ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? താഴെ കൊടുത്തവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്, ഇതൊക്കെ ഓക്സിജൻ്റെ ഉപയോഗങ്ങളാണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നത് ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെട്ടതല്ല. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കാർമോയ്സിനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ആൻസർ ഓപ്ഷൻ ബി കാർമോയ്സിൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ ഭ്രമണചലനമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനത്തിന് പറയുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അപവർത്തനമാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ പേര് അപവർത്തനം. ആൻസർ ഓപ്ഷൻ ഡി ആണ് അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തതേത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തതേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബാഷ്പീകരണമാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത്. വികിരണം, സംവഹനം, ചാലനം ഇതൊക്കെ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെട്ടതാണ്. ബാഷ്പീകരണം അതിൽപ്പെട്ടതല്ല. 79ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ബാഷ്പീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2. കാറ്റ്, തിരമാല. കാറ്റും തിരമാലയുമാണ് തന്നിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പെട്രോള്, കൽക്കരിയൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. കാറ്റ്, തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആൻസർ 80ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 20ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.